ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേ. ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് അജ്രക് കോംബോയിൽ ഒരു മിഡിയൻ ടോപ്പ് കണ്ടാലോ. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ 10.5 ഷോൾഡറിൻ്റെ പകുതി 5.25, ചെസ്റ്റ് 23 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. വേസ്റ്റ് 21.5, അതിനെ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ടോപ്പ് ക്രോപ്പ് ടോപ്പാണ്, 9 ഉള്ളൂ. ആം ഹോളും പിന്നെ സ്ലീവ് നമ്മളൊരു ചെറിയ പഫൊക്കെ കൊടുക്കുന്നുണ്ട്. പാവാടയുടെ ഹിപ്പ് വരുന്നത് 21, 4 മീറ്റർ തുണിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 8 മടക്കിയിട്ടാണ് നമ്മൾ പാവാട സ്റ്റിച്ച് ചെയ്യുന്നത്. ലെങ്ത്ത് വരുന്നത് 26. അപ്പോൾ ക്രോപ്പ് ടോപ്പിന് 9 ആണ്, നമ്മൾ 2 ഇഞ്ച് കൂട്ടിയിട്ട് 11 വെട്ടുന്നത്. അതേപോലെ പാവാട ഹിപ്പിൻ്റെ അവിടെ നമ്മൾ ബെൽറ്റ് കൊടുക്കാനായിട്ട് 3 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നു. പിന്നെ അടിയൊക്കെ മടക്കി അടിക്കാനായിട്ട് 25 വേണ്ടത് അടിഭാഗം. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് 26 നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റീരിയൽ നോക്കിയാലോ. മെറ്റീരിയൽ ജോർജറ്റാണ്, ബ്ലാക്ക് നമ്മൾ എടുത്തേക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ജോർജറ്റാണ് കേട്ടോ. അതൊരു 4 മീറ്റർ എടുത്തിട്ടുണ്ട് ടോട്ടൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ അജ്രക്കിൻ്റെ സ്ലീവിന് മാത്രമാണ് കേട്ടോ അജ്രക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്താലോ. പാവാട ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 8 മടക്കിയിട്ടിട്ട് 8 മടക്കിയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 26/8. അപ്പം 3.25 എന്തോ കിട്ടുന്നുള്ളൂ. 3.25 വരണം നമ്മൾ മുകളിലത്തെ പോർഷൻ. ഇനി നമുക്ക് താഴോട്ട് വേണ്ടത് 26. 26-ൽ ഞാൻ മാർക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. മുകളിൽ വെച്ചിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും താഴത്തെ പോർഷനാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. നമ്മൾ അംബ്രല്ല വെട്ടുമ്പോൾ ആദ്യം താഴത്തെ പോർഷൻ കട്ട് ചെയ്യുക, എന്നിട്ട് മാത്രമേ മുകളിൽ കട്ട് ചെയ്യൂ. മുകളിൽ കട്ട് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോഴത്തേനും തെന്നിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ്. ഇനി ലൈനിങ് നമ്മൾ 4 മടക്കി ഇടുന്നുള്ളൂ. ലൈനിങ് ജസ്റ്റ് 2.5 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ 26/4 കൊടുത്തിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത്. അത് സംതിങ് 6.5 വരും. ആദ്യം നമ്മൾ മുകളിൽ വെച്ചിട്ട് 6.5 വരുന്നത്രയും മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ഇതേപോലെ അളന്ന് നോക്കുക കിട്ടുന്നുണ്ടോ എന്ന്, എന്നിട്ട് മാത്രമേ കട്ട് ചെയ്യാവൂ. 6.5 കിട്ടുന്നുണ്ട്. കൊതു സമ്മതിക്കുന്നില്ല. താഴോട്ട് നമുക്ക് 24 മതി. 26 നമ്മുടെ ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ലെങ്തിനേക്കാളും 2 ഇഞ്ച് കുറച്ചാണ് എപ്പോഴും ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുക. ഇതേപോലെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ, അംബ്രല്ല എങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നതെന്ന്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് കറക്റ്റായിട്ട് എടുത്ത് വെക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഡെഫിനറ്റായിട്ടും എങ്ങനെയാണ് നമ്മൾ മടക്കുന്നതെന്ന് കാണിച്ചു തരാം. മടക്കിയിട്ട് കൊടുക്കുന്നത്. അതും കട്ട് ചെയ്തെടുക്കുവാണ് ലൈനിങ്. സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്യാം. അപ്പോൾ 4 തുണി മടക്കി വെച്ച് കൊടുത്തേ. ഇനി ഷോൾഡർ 5.25, താഴോട്ട് 4, ആം ഹോളിന് വേണ്ടി 4 മാർക്ക് ചെയ്തു. ചെസ്റ്റ് വരുന്നത് 6.25, 6.25. അതേപോലെ തയ്യൽ തുമ്പും താഴോട്ട് നമുക്ക് 9 മതി, പക്ഷേ നമ്മൾ 11 വെട്ടുന്നത്. മടക്കി അടിച്ചൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ലെങ്ത്ത് കിട്ടും. അവിടെ നമുക്ക് വേണ്ടത് 5.25 നമ്മുടെ വേസ്റ്റിൻ്റെ അവിടുത്തെ അളവ്. അതും മാർക്ക് ചെയ്തെടുത്തു. താഴെ നമുക്കൊരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യാം. ആം ഹോളും ചരിച്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഷോൾഡർ സ്ലോപ്പൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് സ്ലീവ് നോക്കിയാലോ. സ്ലീവ് ഒരു 2 ഇഞ്ച് മേപ്പോട്ട് ഞാൻ പൊക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ. എന്നിട്ട് നമ്മൾ സ്ലീവ് നമ്മുടെ സ്ലീവിലോട്ട് അത് ജോയിൻ ചെയ്തെടുത്താൽ മതി. നമുക്ക്
നമുക്ക് സ്ലീവ് വേണ്ടത് 7 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെട്ടുന്നത്. 1 ഇഞ്ച് മതിയാവും നമുക്ക്. അവിടുത്തെ അളവ് 6.75 അതിൻ്റെ പകുതി തയ്യൽ തുമ്പും കൊടുത്ത് അത് കട്ട് ചെയ്തെടുക്കാവേ. നെക്ക് മാർക്ക് ചെയ്യാം. 2.75 ഞാൻ വീതി കൊടുക്കുന്നത്. താഴോട്ട് ബാക്ക് നെക്ക് 4.5 കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് റൗണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ ബാക്കിൽ. ഇനി ഫ്രണ്ട് അതേപോലെ 2.75 ഫ്രണ്ടും. താഴോട്ട് 4 കൊടുക്കുന്നുണ്ട്. 3.5 മതി. 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാൻ നെക്ക് കൊടുക്കുന്നത്. നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് കൊടുക്കാവേ. ഇനി അതൊന്ന് കവർ ചെയ്തെടുക്കാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ക്യാൻവാസ് കവർ ചെയ്യാനാണ്. അത് ഫോൾഡ് ചെയ്ത് 3 സൈഡും ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ. ഇനി നമുക്ക് നെക്കിൽ വെച്ച് കൊടുക്കാം. ഇതിൽ ലൈനിങ് ആണ് ആദ്യം വെക്കുന്നത്. ഇപ്പോൾ വെച്ചത് നമ്മുടെ മെയിൻ ക്ലോത്താണ്, ജോർജറ്റിൻ്റെ നല്ല ഭാഗം കേട്ടോ, മുകളിൽ ഇരിക്കുന്ന അതിൻ്റെ മുകളിലാണ് നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിനെ നിവർത്തി വെച്ച് പതിച്ചടിച്ചിട്ട് തിരിച്ചിട്ട് പതിച്ചടിച്ചെടുക്കാം. ഇനി ലൈനിങ്ങും നമ്മുടെ ക്യാൻവാസിൻ്റെ ആ നെക്കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അഥവാ ഹെമ്മിങ് ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ ഹെമ്മിങ് ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ബാക്കും അതേ രീതി അടിച്ചെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്ലോപ്പ് ഇട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാനൂടെ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ റീമാർക്ക് ചെയ്തെടുക്കാം. ആം ഹോള് 4, ചെസ്റ്റ് 6.25, വേസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണേ. ആം ഹോൾ അളന്ന് നോക്കുക. ഇത് ഇങ്ങനെ റീമാർക്ക് ചെയ്തിട്ട് നമ്മൾ ആം ഹോൾ ഒന്ന് അളന്ന് നോക്കുക. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാ വേസ്റ്റ് ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. ഇനി അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കിയടിക്കാം. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ ഹുക്ക് വെച്ച് കൊടുക്കാവേ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്യുവാണേ. ഇനി നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാനുള്ള 2 ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുവാണ്, പടി വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തേ ഞാൻ ആദ്യം. ഇനി നമുക്ക് ഇടത്ത് വശത്ത് ഹുക്ക് വെച്ച് കൊടുക്കാൻ നമുക്ക് ആ പടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡും വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് അതിന് അകത്തേക്ക് മടക്കി സ്റ്റിച്ച് കാണാത്ത രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇത് അകത്തേക്ക് തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഹുക്കിന് വേണ്ടിയിട്ടുള്ള ഹുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഇത് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചിൽ ഞാൻ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള
പടി ഇട്ട് കൊടുക്കുവാണേ. ഇതേപോലെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഹുക്ക് ഇടുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഇപ്പം ഞാൻ ഹുക്ക് വെച്ച് കൊടുക്കുന്നില്ല, ലാസ്റ്റ് നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാം. ഞാൻ പിന്നുകൊണ്ട് സെക്യൂർ ചെയ്തു. ഇനി നമുക്ക് സൈസിന് അടിച്ചെടുക്കാമേ, ചെസ്റ്റും വേസ്റ്റും കൂടെ ഇതേപോലെ. ഇനി ഫ്രണ്ട് ആം ഹോൾ ഒന്ന് എടുത്ത് വെട്ടി കൊടുക്കുന്നുണ്ടേ. നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവിൽ ആദ്യം ചെറിയ 2-3 പഫ് ഇട്ട് കൊടുക്കാവേ. പിന്നെ അടിഭാഗം 2 വട്ടം ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കാം. ഇനി സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ലീവിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാവേ. കറക്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ സ്ലീവ് കൂടെ അടിച്ച് ജോയിൻ ചെയ്താൽ മതി. ഇതേപോലെ എത്ര സ്റ്റിച്ച് ഇട്ട് കൊടുക്കണോ അത്രയും സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വേസ്റ്റ് ഭാഗം എല്ലാം കട്ട് ചെയ്ത് കളയാം. അടിഭാഗം ഞാനൊന്ന് ജസ്റ്റ് കയറ്റി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ. ഇനി ഹുക്ക് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ പണി കഴിഞ്ഞു. പാവാട നമുക്ക് 2 പീസായിട്ടായിരിക്കും കിട്ടുന്നത്. ആദ്യം അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. പിന്നെ പാവാടയുടെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേ രീതിയിൽ ലൈനിങ് നമുക്ക് ഒറ്റ പീസായിട്ട് തന്നെ ആയിരിക്കും കിട്ടിയത്, കാരണം നമ്മൾ 4ആയിട്ട് മടക്കിയതല്ലേ. അതേപോലെ ലൈനിങ്ങിൻ്റെ അടിഭാഗവും അടച്ചു കൊടുത്തിട്ട് ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തൂടെ ആദ്യം ജോയിൻ ചെയ്തെടുക്കുക. അതായത് ഇതേ രീതിയിൽ കറക്കി ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് പാവാടയുടെ 2 സൈഡ് ഉണ്ടല്ലോ അതൊരു 3-4 ഇഞ്ച് വീതിയിൽ അകത്തേക്ക് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പടി വെച്ച് കൊടുക്കണ്ടേ പാവാടയ്ക്ക്. പടി വെച്ച് കൊടുക്കാൻ നമ്മൾ 26 ഇഞ്ച് വീതിയിലുള്ളൊരു തുണി എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും മടക്കി അടിച്ചു കൊടുത്തു. 2 അല്ല 4 സൈഡും അടിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് അകത്തേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ പടി വെച്ച് കൊടുത്തിട്ടോ. ഇനി ഇത് താഴോട്ട് ജോയിൻ ചെയ്തെടുക്കാവേ. അപ്പോൾ പാവാടയ്ക്ക് നമുക്ക് ഹുക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു പടി തയ്ച്ചെടുക്കണം. അതിന് ഒരു 8 ഇഞ്ച് നീളത്തിനൊരു തുണി എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും മടക്കി അടിച്ചിട്ട് നമുക്ക് ഹുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഇതേപോലെ ഓരോ കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ 2 സൈഡും ആ പ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി പാവാടയുടെ ഇടത്തെ സൈഡിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇതേപോലെ. ഇനി നമുക്ക് ഹുക്കൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ബ്ലൗസ് പീസിന് ബാക്കിലൊരു വള്ളി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ? വായോ. അജ്രക്ക് യോക്ക് പോർഷനിൽ വരുന്ന ടോപ്പിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് പോയി കണ്ടുപോകുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.